കോവിഡിൻ്റെ വരവോടെ നമ്മുടെ ക്ലാസ്സുകളും മീറ്റിങ്ങുകളും ഇൻ്റർവ്യൂകളൊക്കെ വിർച്വലായിട്ട് മാറി. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ മീറ്റ്, സൂം, OBS അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളിൽ നമ്മളെ നല്ലതുപോലെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു വെബ് ക്യാമറ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് നല്ല വില കൂടിയതാണെങ്കിലും അതിനകത്ത് വെബ് ക്യാമറ ശോകമാണ്. പക്ഷേ നമ്മുടെ വില കുറഞ്ഞ ഫോണിലാണെങ്കിലോ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. അങ്ങനെ നമ്മുടെ ഫോൺ ഒരു വെബ് ക്യാമറയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെങ്കിൽ അടിപൊളിയായിരിക്കുകയല്ലേ? അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് എബിൻ. GRASS2MARSിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ പേര് Droidcam എന്നാണ്. അത് ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ആദ്യം സിസ്റ്റത്തിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ Droidcam എന്ന് ഗൂഗിൾ ചെയ്താൽ ആദ്യം Droidcam ക്ലയൻറ്റ് എന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ റിസൾട്ട് Dev 47 ആപ്സ് എന്ന് പറഞ്ഞതായിരിക്കും. അതാണ് അവരുടെ ഡെവലപ്പറുടെ പേര്. സോ സൈറ്റിൽ കയറുക, സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സൈറ്റിൽ കയറുക, ഇതിനകത്ത് ഈ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സോഫ്റ്റ്വെയർ ഏകദേശം ഇങ്ങനെയായിരിക്കും ഇരിക്കുക. നോക്കിക്കോളൂ, കുഞ്ഞു സോഫ്റ്റ്വെയർ ആണ്. ഏകദേശം ഇങ്ങനെയായിരിക്കും സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് ഫോണിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഫോണിൽ നമുക്കിനി Droidcam ഇൻസ്റ്റാൾ ചെയ്യാം. നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിൽ Droidcam എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ Dev 47 ആപ്സ്, നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അതേ ഡെവലപ്പറുടെ ആപ്പ് കണ്ടു, അത് ഇൻസ്റ്റാൾ കൊടുക്കുക. കുഞ്ഞു സോഫ്റ്റ്വെയർ, പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവും. ഓപ്പൺ ചെയ്യാം. താങ്ക് യു ഫോർ ഡൗൺലോഡിങ്. നെക്സ്റ്റ് അടിച്ചുകൊള്ളുക. പിന്നെ ഗോട്ടിട്ട് കൊടുത്തോളുക. ആദ്യത്തെ പെർമിഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളതാണ്, ആ പെർമിഷൻ കൊടുക്കണം. പിന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷനും കൊടുക്കണം. സോ രണ്ട് രീതിയിൽ നമുക്കിത് കണക്ട് ചെയ്യാം. ഒന്ന് വൈഫൈ വെച്ചിട്ടാണ്, മറ്റൊന്ന് USB വെച്ചിട്ടാണ്. USB വെച്ചിട്ടുള്ള മെത്തേഡാണ് നമ്മളിവിടെ പറയുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ളത്. കറണ്ട് പോയാലൊക്കെ സേഫ് ഇതായിരിക്കും. സോ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. USB വെച്ച് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനുണ്ട്. ഡെവലപ്പർ ഓപ്ഷൻ എന്നതിൻ്റെ പേര്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അത് എനേബിൾ ചെയ്യാനായിട്ട് നേരെ സെറ്റിങ്സിൽ പോകുന്നു. എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും, അവിടെ പോവുക. അതിൽ ബിൽഡ് നമ്പർ കണ്ടുപിടിക്കുക. ഓരോ ഫോണിനും എബൌട്ട് ഫോണിൽ വേറെ വേറെ സ്ഥലത്തായിരിക്കും ഇത് കിടക്കുക. ബിൽഡ് നമ്പർ കണ്ടുപിടിക്കുക. ഒരു 6-7 തവണ അതിനകത്ത് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീൻ ലോക്ക് ചോദിക്കും, കൊടുക്കുക. നമ്മൾ യു ആർ നൗ എ ഡെവലപ്പർ എന്ന് പറഞ്ഞ് കാണിക്കും. ആക്ച്വലി ഇപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇത് എനേബിൾ ആയെന്ന് ചെക്ക് ചെയ്യാനായിട്ട് അഡീഷണൽ സെറ്റിങ്സിൽ നമ്മുടെ എബൌട്ട് ഫോണിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ പോയിട്ട് അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഫോണിൽ അങ്ങനെ ആയിരിക്കും കാണുക. അപ്പോൾ ഇതിനകത്ത് ഡെവലപ്പർ ഓപ്ഷൻ എന്നും പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ താഴെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ വെറുതെ അതൊന്നും ഓണാക്കി കളിക്കരുത്. അറിയാമെങ്കിൽ നോക്കിക്കോളുക, ഇല്ലെങ്കിൽ അതൊന്നും നോക്കുക വേണ്ട. അപ്പോൾ ഇത് എനേബിൾ ചെയ്തു. ഇനി എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരെ USB കണക്ട് ചെയ്തു. USB കണക്ട് ചെയ്തിട്ട് ഈ കണക്ഷൻ ഡാറ്റ സ്റ്റോറേജ് അല്ല കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. ഇതിനകത്ത് നമുക്ക് നോ ഡാറ്റ ട്രാൻസ്ഫർ ആയിരിക്കും ഡീഫോൾട്ട് കിടക്കുന്നത്. ഇത് മാറ്റി PTP എന്ന് പറഞ്ഞ മോഡ് കൊടുക്കണം. ഇത് പിക്ചർ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ് പറയുക. ചില ഫോണിൽ, പഴയ ഫോണിലൊക്കെ PTP എന്നായിരിക്കില്ല, MTP എന്നായിരിക്കും, മീഡിയ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ ഏതാണോ ഉള്ളത് അത് കൊടുത്തേക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫോൺ സിസ്റ്റമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനൊരു മെസ്സേജ് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഓൾവേസ് അലോ ഫ്രം ദിസ് കമ്പ്യൂട്ടർ ടിക്ക് കൊടുക്കുക, അലോ കൊടുത്തേക്കുക. എപ്പോഴും പിന്നെ നമ്മൾ അലോ ഞെക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ റൈറ്റ് സൈഡിൽ റൈറ്റ് കോർണറിൽ മേളിൽ കാണുന്ന ആ ഒരു ഐക്കൺ ശരിക്കും ക്യാമറ ഫ്രണ്ട് വേണോ ബാക്ക് വേണോ എന്ന് സ്വിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അത് നിങ്ങൾക്ക് ഏത് ക്യാമറയാണ് വേണ്ടത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. USB കണക്ട് ചെയ്തതിന് ശേഷം Droidcamൻ്റെ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇതിനകത്ത് റീഫ്രഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ റീഫ്രഷ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മോഡൽ നെയിം എന്താണോ അതവിടെ കാണിച്ചു തരും. ഓക്കെ, ഇവിടെ എൻ്റെ ഫോണിൻ്റെ പേരെന്ന് പറയുന്നത് MI-A3 എന്നാണ്. അപ്പോൾ MI-A3 എന്നുള്ള ഇവിടെ കാണിച്ചു തരുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ MI-A3 എന്നുള്ള പേര് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ഞാൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഫോണിൻ്റെ അകത്ത് നമ്മുടെ Droidcamൻ്റെ ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കണം. ഫോണിനകത്ത് Droidcamൻ്റെ ആപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇതിനുശേഷം ഞാൻ നമ്മുടെ ഫോൺ എടുത്തിട്ട് ഇവിടെ ഒരു മൊബൈൽ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കണക്ഷൻ കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുത്തു, പോല. അപ്പോൾ എന്നെ വൃത്തിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഫോണിൻ്റെ എത്രയാണോ ഔട്ട്പുട്ട് ക്യാമറയ്ക്കുള്ളത് അതേ ഔട്ട്പുട്ടിൽ അതേ ക്ലാരിറ്റി തന്നെ നമുക്കിവിടെ വെബ്ക്യാം ഔട്ട്പുട്ടായിട്ട് സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്നെണ്ണം. ഇപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഒന്നാമത് USB ഡീബഗിങ് ഓൺ ആണോ എന്ന കാര്യം ശ്രദ്ധിക്കണം. 2 PTP മോഡിലാണോ കണക്ട് ചെയ്യുന്നത് അത് നോക്കണം. മൂന്നാമത്തെ കേസ്, എപ്പോഴാണോ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോണിൻ്റെ സ്ക്രീനിനകത്ത് Droidcamൻ്റെ ആപ്പാണോ ഉള്ളതെന്ന് നോക്കുക.
നിങ്ങൾ ആ ആപ്പ് മിനിമൈസ് ചെയ്തിട്ട് വേറെ ഏത് ആപ്പ് വേണേൽ പിന്നെ ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മാത്രം അതൊന്ന് ലൈവായിട്ട് നിന്നാൽ മതി. അപ്പോൾ ഇതിന് ശേഷം ഈ ഔട്ട്പുട്ട് എടുത്ത് നിങ്ങൾക്ക് സൂമിലേക്ക് കൊടുക്കാം, ഗൂഗിൾ മീറ്റിലേക്ക് കൊടുക്കാം. അതിനകത്ത് കയറിയിട്ട് ഡ്രോയിഡ് ക്യാം എന്ന് പറഞ്ഞ സോഴ്സിലുള്ള ക്യാമറ സെലക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കുറേ പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ ബൈ.